കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്: ജോണിന് 8 മണിക്കൂർ കൊണ്ടും സാറയ്ക്ക് 12 മണിക്കൂർ കൊണ്ടും ഒരു ജോലി തീർക്കാനാകും. അവരൊരുമിച്ച് എത്ര സമയം കൊണ്ട് ആ ജോലി തീർക്കുമെന്ന് അറിയേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. സിമ്പിളാണ്. ജോണുണ്ട്, സാറയുണ്ട്. ജോണിന് 8 മണിക്കൂർ എടുത്തു, സാറയ്ക്ക് 12 മണിക്കൂർ എടുത്തു. അങ്ങനെയെങ്കിൽ അവർ ചെയ്യേണ്ട ടോട്ടൽ വർക്ക് എത്ര എന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ടോട്ടൽ വർക്ക് കാണാൻ ഈ 8ൻ്റെയും 12ൻ്റെയും എൽസിയം എഴുതി വെച്ചാൽ പോരെ. 8ൻ്റെയും 12ൻ്റെയും എൽസിയം എത്ര? 24 അല്ലെങ്കിൽ 8 കൊണ്ടും 12 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഖ്യ എഴുതി വെച്ചാലും മതി. അപ്പം ടോട്ടൽ വർക്ക് 24 മനസ്സിലായി. ഇനി എന്താ നോക്കേണ്ടത്? ഇവരുടെ കാര്യക്ഷമത നോക്കണം. ജോണിൻ്റെ എഫിഷ്യൻസി എത്ര എന്ന് കാണാൻ 24/8 എത്രയാ? 3. അപ്പോൾ സാറയുടെ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 24/12 സാറയുടെ എഫിഷ്യൻസി 2. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ എഫിഷ്യൻസി എത്ര ആകും? 3 2 5. അപ്പോൾ ഇതിൻ്റെ മീനിങ് യൂണിറ്റ് ടൈമിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ 5 ജോലി തീർക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. ജോണും സാറയും ഒരുമിച്ച് മൊത്തം ജോലി എത്ര സമയം കൊണ്ട് തീർക്കുമെന്നാണ്. മൊത്തം ജോലി 24 ജോലി തീർക്കേണ്ടതുണ്ട്. അവരുടെ ടോട്ടൽ എഫിഷ്യൻസി 5 ആണ്. അപ്പോൾ 24/5 ഒന്ന് ഹരിച്ചു നോക്കാം. 24നെ 5 കൊണ്ട് ഹരിച്ചാൽ 5 × 4 20 ശിഷ്ടം 4. ഇതിനെ എങ്ങനെ എഴുതാം? 4 and 4/5 മണിക്കൂർ എന്ന് എഴുതരുതോ? അപ്പോൾ ഇവർക്ക് ആ ജോലി തീർക്കാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ 4 and 4/5 മണിക്കൂർ എടുക്കുമെന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനിയിപ്പം ചോയ്സിൻ്റെ അകത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ആൻസറിൻ്റെ മീനിങ് എന്തെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു 4 മണിക്കൂറും ഉണ്ട്, ആരും ഉണ്ട്, ഒരു 4/5 മണിക്കൂറും ഉണ്ട്. ഈ 4/5 മണിക്കൂർ എത്ര മിനിറ്റ് ആണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഗുണിച്ചാൽ മതി, അതങ്ങ് മിനിറ്റ് ആകും അല്ലേ? നമുക്കറിയാവുന്ന കഥയാണ്. ഇനി ഇവിടെ ക്യാൻസലേഷൻ നടക്കും. 5 60നെ വെട്ടിക്കളയും. 5 × 12 60 എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഫൈനൽ ആൻസർ എങ്ങനെ പറയാം? 4 മണിക്കൂറും 4 × 12 എത്ര? 48. 4 മണിക്കൂറും 48 മിനിറ്റും വേണ്ടി വരും ജോണിനും സാറയ്ക്കും ഒരുമിച്ച് അതേ ജോലി പൂർത്തിയാക്കാൻ. ക്ലിയർ ആയോ? ശരി, ഓക്കെ, താങ്ക് യു.